ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇരിക്കുന്നത് ആക്ച്വലി മക്കയിലുള്ള ഒരു എന്താ പറയുക നാട്ടു റോട്ടിൽ നടുക്കുള്ളൊരു ചെറിയൊരു പുല്ലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഏരിയയിലാണ്. ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയ നടുക്ക് പുല്ലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള സംഭവം. ഇതാണ് നമ്മുടെ എന്താ പറയുക റൂമിനോട് കമ്പാരിറ്റീവ്ലി അടുത്തുള്ള ഒരു സ്ട്രീറ്റ്, ഐ മീൻ ഒരു ജംഗ്ഷൻ. ആ വണ്ടി കിടക്കുന്നതും ഈ വണ്ടി പോകുന്നതും ആ വണ്ടി പോകുന്നതും ആയിട്ടുള്ളൊരു 4, 5, 6 കൂടിയൊരു ജംഗ്ഷൻ. അതിൻ്റെ ഒത്ത നടുക്കാണ് ഇതുപോലൊരു എന്താ പറയുക കുറച്ച് നമ്മുടെ എന്താ പറയുക ഈത്തപ്പഴം മരങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് പുല്ലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തൊരു ഏരിയ. ആൾക്കാർ റെസ്റ്റ് ചെയ്യാനായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലാതെ വേറെ പാർട്ടി പരിപാടികളൊന്നും ഇവിടെ നടക്കില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടൻറ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഇച്ചിരി റിലവൻ്റ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റാണ്. അതായത് സൗദി വന്നു കഴിഞ്ഞിട്ട് ലൈഫൊക്കെ എങ്ങനെയാണ്, നാട്ടുകാർ ചോദിക്കുന്ന പോലെ എങ്ങനെയുണ്ട്, അതിനെപ്പറ്റിയുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാവുമെന്ന് നമുക്കറിയത്തില്ല, നോക്കാം. ഇവിടെ ആക്ച്വലി ഒരു പൂച്ച ഇരിപ്പുണ്ട്, കണ്ട. പക്ഷേ അതിനെനിക്ക് പോയി തലോടണമെന്നുണ്ട്. പക്ഷേ നാട്ടിലത്തെ പോലെ മലയാളം അറിയുന്ന പൂച്ച അല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ വിളിക്കുമ്പോഴത്തേക്ക് അതിനെ ഉപദ്രവിക്കാൻ ചെല്ലുക എന്ന് പറഞ്ഞ പോലെ മാന്തി കഴിഞ്ഞാൽ അതും പ്രശ്നമാവും. 2 പൂച്ച ഇരിപ്പുണ്ടോ? നേരത്തെ ഒരെണ്ണം ഉള്ളായിരുന്നു. എൻ്റെ അമ്മേ, ഇവിടുത്തെ മെയിൻ പ്രശ്നമാണ് അടുത്ത്. ഇവിടുത്തെ താത്തമാരുടെ ഒന്നും വീഡിയോ ഒന്നും അറിയാണ്ട് പോലും എടുത്തേക്കല്. അവരങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്തതിൽ അകത്ത് പോയി കിടക്കും. ഇതാ ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയ 2 പൂച്ച. നേരത്തെ ഞാൻ വരുമ്പോൾ ഇത് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളായിരുന്നു. കണ്ട, തല്ലി പിടിക്കാനുള്ള പരിപാടിയാണ് രണ്ടും കൂടെ. നാട്ടിൽ ഇവിടെ എല്ലാം ഇതൊക്കെ തന്നെ. അടിയടാ, കാരണം അടിക്ക് പൊളിക്ക്. നടപടിയാവില്ല, പോവാം. ഞാൻ ആക്ച്വലി ഇവിടെ വന്നിട്ടിപ്പം 2 മാസമാകുന്നു. ഞാനിപ്പോൾ മക്കയിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു ലൈഫിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലൈഫ് ഈസ് ഭയങ്കര സ്ലോ ആൻഡ് സ്മൂത്താണ്. നമ്മൾ ആ ഒരു സിറ്റി റഷ് ഒന്നും നമുക്ക് ഇവിടെ നിന്ന് കാര്യമായിട്ട് തോന്നില്ല. നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ സിമ്പിളായിട്ട് തോന്നും. അതായത് നമ്മുടെ ഷെഡ്യൂൾസ് ആണെങ്കിലും എല്ലാം കൊണ്ടും നമുക്ക് ഭയങ്കര സ്ലോ ആയിട്ട് ലൈഫ് മൂവ് ചെയ്യുന്ന പോലെ തോന്നും. അത് എൻ്റെ മാത്രം തോന്നലാണോന്ന് എനിക്കറിയത്തില്ല, ഇവിടെയുള്ള എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എനിക്കങ്ങനെയാണ് ഇവിടെ വന്നിട്ടുള്ള എൻ്റെ ലൈഫിനെ പറ്റി തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ ഇതിന് മുന്നേ റിയാദിലായിരുന്നു. അവിടെ കുറച്ചുകൂടെ ബിസി ആയിട്ടുള്ള ലൈഫാണ്, എല്ലാവരും ബിസിയാണ്. ഇവിടെ കുറച്ചുകൂടെ സ്ലോ ആണ്. അത് എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നോട് അതിനെപ്പറ്റിയൊന്നും ചോദിക്കുകയും ചെയ്യരുത്. സൗദിയിലെ ലൈഫിനെ പറ്റി വലിയൊരു ഐഡിയ ഇല്ലാണ്ട് വന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്ട്രഗിളും ഇവിടുത്തെ ലൈഫും ഒക്കെ ഒന്ന് പരിചയപ്പെടാൻ പറ്റി ഇത്രയും നാളും കൊണ്ട്. അതായത് മക്കയിലല്ല, പൊതുവെ പറയുമ്പോൾ സൗദിയിലെ ആകെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഭാഷ അറിയില്ല, അത് മാത്രമേ ഉള്ളൂ. അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം, മറ്റേ നമ്മുടെ ഗഫൂർക്ക പറയുന്ന പോലെ. അതല്ലാണ്ട് കാര്യമായിട്ട് ഇതുവരെ അറബിയൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. ഇവിടുത്തെ ഒരു പെട്രോൾ പമ്പാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആക്ച്വലി ഇന്നത്തെ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയൊക്കെ വിലയാണ് എഴുതി കാണിക്കുന്നത്, റിയാലിലാണ് എഴുതി കാണിക്കുന്നത്. ഇതൊക്കെ വെച്ചാണ് കാറുള്ള ഒരാൾക്ക് ഇവിടെ അധികം ചിലവില്ല എന്നുള്ളൊരു കൺക്ലൂഷനിലെത്തുന്നത്. മക്കയിലുള്ളൊരു പെട്രോൾ പമ്പിനോട് ചേർന്നുള്ളൊരു ബാൺസ് എന്ന് പറയുന്നൊരു കോഫി ഔട്ട്ലെറ്റാണിത്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഔട്ട്ലെറ്റ് അല്ലേ. ഈ നിൽക്കുന്നത് ഒരു ഈന്തപ്പഴം മരമാണ്, ഈന്തപ്പനയാണ്. ഒരു തെങ്ങിൻ്റെ അത്രയും പൊക്കമുണ്ട് ഇതിന്. ആക്ച്വലി ഇത് ഇവിടെ നിന്നുകൊണ്ട് ഇതിന് എത്ര പൊക്കമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് വരെ ഇതാ ഈ ഒരു ലെവലേ ഉള്ളൂ. ചിലപ്പോഴൊക്കെ ഞാൻ ആലോചിക്കും, ഞാൻ ലൈഫിൽ എത്രത്തോളം ദൂരെയാണ് വന്നിരിക്കുന്നത്. കാരണം
നമ്മുടെ നാടുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചറോ റോഡോ ഒന്നുമല്ല ഇവിടെ. അതുകൊണ്ടൊക്കെ തന്നെയാണ് മെയിനായിട്ട് അങ്ങനെ തോന്നുന്നത് കേട്ടോ. ഞാൻ ആഴ്ചയിൽ കുറഞ്ഞതൊരു 3-4 തവണയിലും കടക്കുന്ന ഒരു സ്ട്രീറ്റാണിത്. ആദ്യം വന്നപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല കൺഫ്യൂഷനായിരുന്നു, ഇവിടുന്ന് എങ്ങോട്ട് പോയാലും റൂമിലോട്ട് പോകുന്നതെന്ന്. ആക്ച്വലി വേറൊരു നാട്ടിൽ പോയി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ സിഗ്നൽ എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്. അതായത് അവരുടെ ലൈഫിൽ സ്റ്റോപ്സ് വരും, ചിലപ്പം സൂക്ഷിക്കണമെന്നുള്ളൊരു സിഗ്നൽ വരും, ചിലപ്പോൾ നമുക്ക് ആ ഒരു മൊമെൻറ്റിലൂടെ കടന്നു പോകാമെന്നൊരു സിമ്പിൾ വരും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇവിടുന്ന് കടന്നു പോടാ എന്നുള്ളൊരു സിമ്പലാണ് ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒന്ന് കടന്നു പോട്ടെ. സൗദിയിൽ വന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് നാട്ടിലാണെങ്കിൽ നമുക്ക് കയ്യിൽ കൊടുത്ത് കവലയിലൊക്കെ പോയി നിൽക്കാൻ പറ്റും. ഇവിടെ കയ്യിൽ പോയിട്ട് ഒരു ഷോർട്സ് ഒക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങിയാലും ഭയങ്കര സീനാണ് ഇവിടുത്തെ പോലീസുകാർ. ആരെങ്കിലും കണ്ടു വല്ല വീഡിയോ ഒക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ഇവർ പിടിച്ചുകൊണ്ട് പോകും, എന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ട് കഴിഞ്ഞിട്ട് എന്തിനാണ് പിടിച്ചുകൊണ്ട് പോയെന്നൊക്കെ ചോദിക്കത്തുള്ളൂ. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ നാട്ടിൽ അവരുടേതായ ഒരു കൾച്ചറും ഒരു സിസ്റ്റവും ഉണ്ട്. നമ്മൾ നാട്ടിൽ നിൽക്കുന്ന പോലെ തന്നെ വേറൊരു നാട്ടിൽ പോയി നിൽക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അതാണ് ഇപ്പം യൂറോപ്പിലൊക്കെ നടന്നൊരു സംഭവം. അതായത് ഇന്ത്യയിലുള്ളവർ അവിടെ ചെന്നിട്ട് അവരുടേതായ കൾച്ചേഴ്സൊക്കെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുമ്പോൾ അവർക്ക് എന്തായാലും അതിൻ്റെതായ ബുദ്ധിമുട്ട് വരും. അപ്പോൾ സൗദിയിൽ വന്ന് നമ്മൾ കയ്യിലും മടക്കി കുത്തി നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് പിന്നെ ഉറപ്പായിട്ടും ദേഷ്യം വരുമല്ലേ. അവരുടെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് വേണ്ടേ നമ്മൾ നിൽക്കാൻ. അതാണ്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്യുന്ന നല്ലൊരു സംഭവം കേട്ടോ. സൗദി അറേബ്യയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ പെട്രോൾ പമ്പിലുള്ളൊരു സംഭവമാണ് ഈ ബക്കാല എന്ന് പറയുന്നത്. നമ്മൾ അല്ലാണ്ട് ബക്കാല ഉണ്ട്, പക്ഷേ ഇതൊരു മാസം 24 മണിക്കൂർ ഓപ്പണിംഗ് ആയിരിക്കും കേട്ടോ. അപ്പം ബാക്കിയുള്ള സൗദി അറേബ്യയിലെ സ്ഥലമൊക്കെ വെച്ച് നോക്കുമ്പം എനിക്ക് തോന്നുന്നു മക്ക കുറച്ചുകൂടെ സേഫാണ് നടക്കാനും എല്ലാം കൊണ്ടും. ഇപ്പോൾ ഞാൻ ഈ പോകുന്ന വഴി കണ്ടോ, ഇത് കേട്ടോ, ഇവിടെ ഒന്നും ആരുമില്ല, എന്നാലും ധൈര്യമായിട്ട് നടക്കാം. എനിക്ക് നാട്ടിൽ പോലും ഇത്രയും ധൈര്യമായിട്ട് നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. പിന്നെ റിയാദിനെ വെച്ച് നോക്കുമ്പോൾ എന്നെ കാണത്തില്ലല്ലേ. റിയാദിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും മക്കയിൽ മലയാളികൾ കമ്പാരിറ്റീവ്ലി കുറവാണ്, മലയാളി കടകളും കുറവാണ്. പക്ഷെ നമ്മുടെ ഇവിടെ അടുത്തൊരു മലയാളി ചായക്കടയുണ്ട്. അതൊരു കോഴിക്കോടോ മലബാർ എന്ന് പറയുമ്പോൾ കോഴിക്കോട് മലപ്പുറം അല്ലേ, അവിടുത്തെ ഒരു ചായക്കടയാണ്. നമുക്ക് അവിടെ ഒന്ന് പോകണം, ഒരു ചായ കുടിക്കണം. ഇത് കണ്ടോ, നമുക്ക് ഇവിടുന്ന് കുറച്ചുകൂടി ഒരു വൈഡറായിട്ടുള്ള ഒരു ക്ലോക്ക് ടവറിൻ്റെ ഒരു വ്യൂ കിട്ടും. നമ്മുടെ റൂമിനടുത്തൊരു ബക്കാലയുണ്ട്, അതായത് ചുരുക്കി പറഞ്ഞാൽ പലചരക്ക് കട. അതിനകം ഞാൻ ജസ്റ്റ് കാണിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും ഇവർ വിചാരിക്കുന്നത് ഞാൻ ആരെങ്കിലും വീഡിയോ കോൾ ചെയ്യുമായിരിക്കുന്നതായിരിക്കും, കാരണം അവർക്ക് മലയാളം അറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ വന്നാൽ സ്ഥിരമായിട്ട് മേടിക്കുന്ന ഒരു സാധനമാണ് ഈ ഇരിക്കുന്ന ഐറ്റവും, പിന്നെ അതുപോലെ തന്നെ ഈ ചില്ലും കൂട്ടി ഇട്ട് വെച്ചിരിക്കുന്ന ഈ ഐറ്റം. ഇത് രണ്ടുമാണ് നമ്മുടെ ഇവിടുത്തെ ദേശീയ ഭക്ഷണം. ഞാൻ പറഞ്ഞില്ലേ, അതിനകത്തൂടെ നമ്മൾ സംസാരിച്ചുകൊണ്ട് നടന്നാലൊന്നും അവർക്ക് മനസ്സിലാവത്തില്ല. പിന്നെ ചുരുക്കം ചില ഈ ബംഗ്ലാദേശ് ടീംസ് ഉണ്ട്, അവന്മാരെ ഇവിടെ വിളിക്കുന്ന ദേശീയ നാമം നമുക്ക് ഇപ്പോൾ വിളിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല, കാരണം എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പം ചിലർക്ക് ചില മലയാളം വാക്കുകൾ അറിയാം, എന്താ സുഖമാണോ അങ്ങനെയുള്ള ഐറ്റംസ്, ഈ എത്രയാണ് അങ്ങനെയുള്ള വാക്കുകളൊക്കെ അറിയാം. അതിൽ കൊള്ളൊന്നും ആർക്കും അതറിയത്തില്ല, സൗദികൾക്ക് ആർക്കും ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം പറഞ്ഞുകൊണ്ട് നടക്കാം, ആരും തിരിച്ചറിയാനൊന്നും പോകുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിൽ വീഡിയോ എടുക്കുന്നതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു പരിചയമില്ലാത്തവർ വന്ന് എടുക്കുന്നവർ ശ്രദ്ധിക്കണം. സ്ത്രീകളുടെ വീഡിയോസ് ഒരു കാരണവശാലും എടുക്കരുത്, കുട്ടികളുടെ എടുക്കരുത്, വേറൊരാളുടെ എടുക്കരുത്. ശരിക്കും പറഞ്ഞാൽ ആരുടെയും വീഡിയോ എടുക്കരുത് അവരുടെ കൺസെൻറ്റ് ഇല്ലാണ്ട്. സ്ത്രീകളുടെ വീഡിയോ ഒരു കാരണവശാലും എടുക്കരുത്, കൺസെൻറ്റ് ഉണ്ടെങ്കിലും എടുക്കരുത്, അത് ഭയങ്കര പ്രശ്നം. പിന്നെ പരിചയമുള്ളവരൊക്കെ എടുക്കാൻ കുഴപ്പമില്ല. അപ്പോൾ എനിക്കിവിടെ നിന്നുകൊണ്ട് എനിക്കറിയാവുന്ന ഒരാളുടെ വീഡിയോ ഒക്കെ എടുക്കാം, അതിനൊന്നും കുഴപ്പമില്ല. അല്ലാണ്ട് ഒരു കാരണവശാലും പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന വീഡിയോയ്ക്കകത്ത് വേറൊരാൾ വരാണ്ട് ശ്രദ്ധിക്കുക, അതും ഭയങ്കര സീനാണ് ഇവിടെ. പിന്നെ മെയിൻ ഒരു കാര്യം, ഈ വീഡിയോ കാണുന്ന ഞാനിപ്പോൾ ഈ വീഡിയോ കണ്ടത് വെച്ചിട്ട് ഞാൻ ഏകദേശം താമസിക്കുന്ന എവിടെയെന്നൊക്കെ അറിയാവുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മലയാളി കടകളൊക്കെ അടുത്തുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണം. എനിക്ക് ആകെ അറിയാവുന്നത് ഒരു മലയാളി ബക്കാലയുണ്ട്, പിന്നെ ഞാനീ പോകുന്ന മലയാളി ചായക്കട, എനിക്കിത് രണ്ടെണ്ണം മാത്രമേ അറിയത്തുള്ളൂ. വേറെ കടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൊക്കേഷൻ അയക്കും, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണേ. മക്കയിൽ ഞാൻ താമസിക്കുന്നിടത്ത് ഞാൻ പോകുന്ന ചായക്കടയെന്ന് പറഞ്ഞാൽ അതുകൊണ്ടല്ലോ അവിടെ ആ കാണുന്നതാണ് ഞാൻ നേരത്തെ കാണിച്ച സിഗ്നൽ. അവിടുന്ന് കുറേ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു മക്ഡൊണാൾഡ്സ് ഉണ്ട്, അതിൻ്റെ അവിടുന്ന് ഇങ്ങനൊരു വഴിയുണ്ട് കണ്ടല്ലേ, അതുകൊണ്ടല്ലോ അങ്ങ് അറ്റത്ത് നേരെ സെൻറ്ററിൽ കാണുന്നൊരു നീല കളർ ബിൽഡിംഗ് ഉണ്ട്, അതൊക്കെ ഒരു ലാൻഡ് മാർക്ക് വെച്ചാൽ മതി. എന്നിട്ട് ഇതുവഴി നേരെ കയറി ചെല്ലുമ്പോഴത്തേക്കും കുറച്ചങ്ങ് ലെഫ്റ്റ് സൈഡിലാണ് ആ കട.
അറിയായിരിക്കും എല്ലാവർക്കും. ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ ഈ ലൊക്കേഷൻ പിടിച്ച് വന്നാൽ മതി. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു മലയാളി ഹോട്ടലിൻ്റെ കാര്യം. ഇതാ കേട്ടോ ഈ തലശ്ശേരി കിച്ചൺ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് കാണും. നല്ല പരിചയമുള്ള എന്തോ എഴുതിയിട്ടുണ്ടല്ലോ. അന്നേരം ഇങ്ങനെ കാണുന്നത്. ഇവിടെ അടുത്ത് ആക്ച്വലി ഇതോ ആ വണ്ടി പോകുന്നില്ലേ, അവിടെ ഒരു ജിമ്മുണ്ട്. ഞാൻ ആ ജിമ്മിൻ്റെ കാര്യങ്ങൾ ചോദിക്കാനായിട്ട് വന്നപ്പോഴാണ് ഇങ്ങനൊരു സാധനത്തിൻ്റെ കാര്യം ഇവിടെ കാണുന്നത്. അധികം മേടിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒരു ചായ മേടിക്കണം, എന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഒരു ചായ, ആ പാൽ ചായ, മധുരം കുറച്ച് മതി. ആ ഒരു വീഡിയോ എടുത്താൽ കുഴപ്പമുണ്ടോ? അപ്പം നമുക്ക് വേണ്ടി മധുരത്തെ ചായ അടിച്ചിരുന്നാണ് നമ്മൾ വയ്ക്കുക. ഞാൻ വീഡിയോ എടുക്കുന്നവരെയൊക്കെ ചോദിച്ചിട്ടാട്ടോ എടുക്കുന്നത്, അല്ല ചുമ്മാ പെർമിഷൻ ഇല്ലാണ്ടൊന്നും ചാടിക്കറി വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇവിടെ നാട്ടിലത്തെ പോലെയല്ല ഇവിടുത്തെ കാര്യം. ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ടിട്ട് ആരെങ്കിലും എടുത്ത് അത് വീഡിയോ എടുത്ത് പോലീസിനൊക്കെ അയച്ചു കൊടുത്താൽ പിന്നീട് പ്രശ്നമാവും. അപ്പം നമ്മളിങ്ങനെ മധുരം കുറച്ച് അടിച്ച ഒരു ചായ മേടിച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇവിടെ 2 റിയാല കേട്ടോ. നല്ല ചായ ഇവിടുത്തെ, ഞാൻ സ്ഥിരം ഇവിടുന്ന് മേടിക്കാറുള്ള. ഈ ചായ എന്ന് പറയുന്നത് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഒരു പാനീയത്തിനുപരി ഒരു വികാരമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ചായ മേടിച്ചത്. ആക്ച്വലി ഇപ്പോൾ അത്യാവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല, പിന്നെ ഒരു വികാരമില്ലേ അത്. അപ്പോൾ ഒരു ചായയിലൂടെ ഇന്നത്തെ വീഡിയോ നൈസായിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ ഞാൻ പറഞ്ഞില്ലേ അത്ര വലിയ എക്സ്ക്ലൂസീവ് ഹോട്ട് കണ്ടൻ്റ് ഒന്നുമല്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നിയ ആ ഒരു വീഡിയോസ് മാത്രമാണ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബാക്കിയുള്ള സംഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പിന്നീട് കാണാം. അപ്പം ടാറ്റ.